പറഞ്ഞ പോലെ സമ്മറായി, നമ്മൾ ട്രിപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിലുള്ള എല്ലാ സ്ഥലം പറഞ്ഞത് തോന്നുന്നു. എല്ലാവരും അവരവരുടെ വീടുകളാണ് പറഞ്ഞത് ഇപ്പൊ. ഓക്കെ, സോ നമ്മൾ പോണത് എവിടെയാണ് ശരിക്കും ഗൈസ്? മാനസിക നില തെറ്റിയ കുറച്ച് ഫ്രണ്ട്സ് ആണ് എനിക്കുള്ളത്. സോ എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ കൂടെ 2 ബേബീസ് ഉണ്ട്. ആൻഡ് ഒരു ബേബി ഇവിടെ ഉണ്ട്. നമ്മൾ ശരിക്കും എവിടെയാണ് പോലെ ഗൈസ്? യെസ്. അപ്പൊ നമ്മൾ 3 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പോണത്. ഇന്ന് പ്രിൻസ് എഡ്വേർഡ് കൗണ്ടി, നാളെ കിങ്സ്റ്റൺ ആൻഡ് 3rd പീറ്റർബ്രോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇപ്രാവശ്യത്തെ പോകുന്ന സ്ഥലങ്ങൾ. ഗൈസ്, നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് എല്ലാ പ്രാവശ്യത്തിലേക്കാളും ഡിഫറെന്റ് ആയിട്ട്. നമ്മള് എല്ലാ പ്രാവശ്യം പോകുന്നത് അവരവരുടെ കാറുകളിലായിരുന്നു. ബട്ട് ദിസ് ടൈം വി ആർ ഗോയിങ് ഓൺ എ വാൻ. ഞാൻ കാണിച്ചു തരാം വാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന്. നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് മേപ്പിൾ സൂഷൻ ട്രാവൽസിന്റെ വാനിലാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഇത്ര ഒരു വലിയ ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മേപ്പിൾ സൂഷൻ ട്രാവൽസ്. ഞാൻ അവരുടെ ഇൻസ്റ്റ ID ഇവിടെ താഴെ കൊടുത്തേക്കാം. ഈ വാനിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 12 സീറ്ററാണ്. അത്യാവശ്യം നല്ല സ്പേസ് ആണ്. നമ്മളിപ്പോ 3 ദിവസത്തെ ട്രിപ്പാ പോകുന്നത്. നമ്മളുടെ ഇത്രയും പേരുടെ ലഗേജ് വിത്ത് 2 കിഡ്സ്, അത്രയും പേരുടെ ലഗേജിനകത്ത് കൊള്ളുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഓണർ സച്ചിൻ ഇസ് വെരി ഫ്രണ്ട്ലി. അപ്പൊ നിങ്ങൾ ഈ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഡിസ്കൗണ്ട്. സോ സീ യു. ഗൈസ്, അപ്പോൾ ഇവിടെയാണ് വൺ ഓഫ് ഫിഫേഴ്സ് സ്റ്റേഡിയംസ് ഇൻ കാനഡ. ഇത് ടൊറോണ്ടോ സ്റ്റേഡിയമാണ്. അങ്ങനെ നമ്മൾ റിവർ വ്യൂ പാർക്കിലെത്തി. ഇവിടെ പാർക്ക് മാത്രമല്ല, ഒരു സൂവും കൂടെ ഉണ്ട്. ഇവിടെയുള്ള ആനിമൽസിനെ ഞാൻ ഓൺ ദ വേ കാണിച്ചു തരാം. അയ്യോ, ബേബി പോലെ
സോ നമ്മള് സൂയിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ആക്ച്വലി നമ്മൾ കേവായിരുന്നു പോകാൻ വെച്ചിരുന്നത്. അതിൻ്റെ പേര് എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. ഒരു ഡിഫിക്കൽട്ട് ഒരു പേരാണ്. അത് നമ്മൾ സൺഡേയിലേക്ക് മാറ്റി. കാരണം ജൂലൈ 1 മുതലാണ് 6 days in a week അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ സൂ ആക്കാമെന്ന് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് പുൻടൂൺ ബോട്ടിലാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 to 4 hours ഒരു റിവറിൽ പോകാനായിട്ടാണ്. അത് പുൻടൂൺ ബോട്ടിലാണ് നമ്മളത് പോകുന്നത്. സോ ഐ വിൽ ഷോ യു ഗൈസ്. അമ്മയുടെ പോയിട്ട് എവിടെ പോവാ? ടാറ്റ പോവാണ്. ഹായ് പറയണ്ട. ഹായ് ശരിക്കും കാണാൻ പറ്റണോ? നമുക്ക് ആക്ച്വലി ബോട്ടിൽ കയറാൻ കുറച്ചും കൂടെ സമയമുണ്ട്. 6 മണിക്കാണ് നമ്മുടെ ബോട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കയറാമെന്ന് വെച്ചാൽ അങ്ങനെ കയറിയ ഒരു സ്ഥലമാണ് ഇത്. ബേസിക്കലി ഒരു കടലാണ് തോന്നുന്നത്. കടലല്ല, കായലാണ്. ഭയങ്കര ഒരു കടൽ വരും. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞത് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ കയറാൻ പോണത് നമ്മളുടെ പുൻടൂൺ ബോട്ടിലാണ്. സോ അവിടെ ചെന്നിട്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. സോ നമ്മൾ പൊൺടൂൺ ബോട്ടിൽ കയറി. ആൻഡ് അവരിതാ ഇവിടെ അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ആയിപ്പോയി ആക്ച്വലി വന്നത്. ഇപ്പം നമ്മൾ 6 മണിക്ക് മുന്നേ എത്തി ഇവിടെ. നമുക്ക് 6:30 സ്ലോട്ടായിരുന്നു. ഇത് ഓൺ ചെയ്തു നമ്മളുടെ ബോട്ട്. എനിവേസ് സോ ലെറ്റ്സ് സീ.
അങ്ങനെ നമ്മൾ 6:30 സ്ലോട്ടിൽ കയറിയിട്ട് നമ്മൾ തിരിച്ചെത്തിയത് 9:30യുടെ അടുത്താണ്. നമുക്ക് ഒരു നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാൻ പറ്റി. സൺസെറ്റ് ഏകദേശം ഒരു അറൗണ്ട് 9 o'clock അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഡോക്കിലേക്ക് പോയി. സോ ഓൺ ദ വേ ബാക്ക് ടു അവർ Airbnb കോട്ടേജ് നമുക്കൊരു ഫെറി കയറാനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ജങ്കാർ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരെണ്ണം. കാനഡയിൽ വന്നിട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം നമ്മളൊരു ഫെറി കയറുന്നത്. ഈ ഫെറി ഐ തിങ്ക് ഓൾ ഇയർ റൗണ്ട് ഉണ്ട് ഇവിടെ, ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട്. നമ്മളാണെങ്കിൽ കറക്റ്റ് സമയത്താണ് വന്നത്. നമ്മുടെ വണ്ടിയും പിന്നെ നമ്മുടെ പുറകിൽ 1-2 വണ്ടികളോടെ കയറി കഴിഞ്ഞിട്ട് ഫെറി എടുത്തു. നമ്മൾ ഈ ഫെറി കയറാതെ റോഡ് വേ മാത്രം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 hour എക്സ്ട്രാ ട്രാവൽ ചെയ്യേണ്ടി വരും. സോ എപ്പോഴും ഫെറി അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അത് തന്നെയാണ് ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ നമ്മളുടെ Airbnb കോട്ടേജിലെത്തി. സമയം ഏകദേശം ഒരു 11:30 ആയപ്പോഴാണ് നമ്മൾ എത്തിയത്. എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. നമ്മൾ വന്ന ഉടനെ തന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് കുളിക്കാൻ കയറി. കുളിച്ച ഉടനെ തന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. കാരണം നമ്മൾ ഡിന്നർ ഓൾറെഡി കഴിച്ചിട്ടായിരുന്നു വന്നത്. നമ്മൾ എല്ലാവരും വന്ന് സെറ്റിലാവുന്നതിന് മുന്നേ എനിക്ക് ഈ കോട്ടേജിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ടയേർഡായതുകൊണ്ട് നമ്മൾ എല്ലാം പെട്ടെന്ന് ചെയ്ത് അങ്ങനെ കിടന്നുറങ്ങി. പക്ഷേ ഞാൻ നെക്സ്റ്റ് ഡേ വീഡിയോ എടുത്തിട്ടുണ്ട് മോർണിംഗിൽ. അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാം.